ഗോഡ് പാർട്ടിക്കിൾ അഥവാ ദൈവഗണം. ഈ പേര് കേൾക്കാത്തവർ വളരെ കുറവായിരിക്കും. സയൻസ് ലോകത്ത് ഇത്രയധികം ഹൈപ്പ് കിട്ടിയ മറ്റൊരു പേര് വേറെ ഉണ്ടാവില്ല. പ്രപഞ്ചത്തിന്റെ രഹസ്യം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു കണിക എന്ന നിലയിലാണ് പലരും ഇതിനെ കാണുന്നത്. പക്ഷെ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. ഈ പേരിന് ദൈവവുമായി ഒരു ബന്ധവുമില്ല. ഇതിന്റെ ശരിക്കുള്ള പേര് ഹിഗ്സ് ബോസോൺ ആണ്. പ്രപഞ്ചത്തിലെ അടിസ്ഥാന കണികകൾക്ക് അഥവാ പാർട്ടിക്കിൾസിന് എങ്ങനെയാണ് മാസ് അഥവാ ഭാരം ലഭിക്കുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണിത്. ഇത് കേൾക്കുമ്പോൾ ലളിതമായി തോന്നാം, പക്ഷേ ഈ മാസ് ഇല്ലായിരുന്നെങ്കിൽ പ്രപഞ്ചത്തിൽ നക്ഷത്രങ്ങളോ ഗ്രഹങ്ങളോ നമ്മളോ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. ആദ്യം എന്താണ് ഈ ഹിഗ്സ് ഫീൽഡ് എന്ന് നമുക്ക് നോക്കാം. 1964 പീറ്റർ ഹിഗ്സ് എന്ന സയന്റിസ്റ്റ് ഒരു ഐഡിയ മുന്നോട്ട് വെച്ചു. പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു അദൃശ്യമായ ഫീൽഡ് ഉണ്ട്. അതാണ് ഹിഗ്സ് ഫീൽഡ്. പാർട്ടിക്കിൾസ് ഈ ഫീൽഡിലൂടെ മൂവ് ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് കാരണമാണ് അവയ്ക്ക് മാസ് ലഭിക്കുന്നത്. ഇത് ഒരു ഉദാഹരണത്തിലൂടെ തന്നെ പറയാം. നിങ്ങൾ വെള്ളത്തിലൂടെ നടക്കുകയാണ് എന്ന് കരുതുക. അപ്പോൾ നിങ്ങളുടെ കാലുകൾക്ക് ഒരു റെസിസ്റ്റൻസ്, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഭാരം അനുഭവപ്പെടാറില്ലേ? അതുപോലെ തന്നെ പാർട്ടിക്കിൾസ് ഹിഗ്സ് ഫീൽഡിലൂടെ കടന്നു പോകുമ്പോഴുള്ള റെസിസ്റ്റൻസ് ആണ് അവയ്ക്കുള്ള മാസ്. എന്നാൽ നമ്മുടെ പ്രകാശത്തിന്റെ പാർട്ടിക്കിളായ ഫോട്ടോണുകൾ ഈ ഫീൽഡുമായി ഒട്ടും റിയാക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് അവയ്ക്ക് മാസ് ഇല്ല. അവ പ്രകാശ വേഗതയിൽ പാഞ്ഞു നടക്കുന്നു. ഇപ്പോൾ ഇവിടെ നമ്മൾ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കണം. പ്രപഞ്ചത്തിലെ കണികകളെ പ്രധാനമായും രണ്ടായി തിരിച്ചിട്ടുണ്ട്: ഫെർമിയോണുകളും ബോസോണുകളും. എന്താണ് ഫെർമിയോണുകൾ? ഫെർമിയോണുകൾ എന്നത് ദ്രവ്യത്തിന്റെ അഥവാ മാറ്ററിന്റെ അടിസ്ഥാന ശിലകളാണ്. ഉദാഹരണത്തിന് ഇലക്ട്രോണുകൾ, പ്രോട്ടോണുകൾ, ക്വാർക്കുകൾ എന്നിവ. നമ്മൾ കാണുന്ന ഈ ഭൗതിക ലോകം നിർമ്മിച്ചിരിക്കുന്നത് ഫെർമിയോണുകൾ കൊണ്ടാണ്. അപ്പോൾ എന്താണ് ഈ ബോസോണുകൾ? ബോസോണുകൾ എന്നത് ഫോഴ്സ് കാരിയേഴ്സ് ആണ്. പ്രപഞ്ചത്തിലെ വിവിധ ബലങ്ങളെ, അതായത് ഫോഴ്സുകളെ പാർട്ടിക്കിൾസ് തമ്മിൽ കൈമാറുന്നത് ഈ ബോസോണുകൾ വഴിയാണ്. ഉദാഹരണത്തിന് വെളിച്ചത്തെ വഹിക്കുന്നത് ഫോട്ടോൺ എന്ന ബോസോൺ ആണ്. അതുപോലെ പാർട്ടിക്കിൾസിന് മാസ് നൽകുന്ന ഹിഗ്സ് ഫീൽഡിന്റെ ഫോഴ്സ് കാരിയർ ആണ് ഹിഗ്സ് ബോസോൺ. ഈ ഒരു പാർട്ടിക്കിൾ ഗ്രൂപ്പിന് ബോസോൺ എന്ന പേര് നൽകിയത് മഹാനായ ഇന്ത്യൻ ഫിസിസ്റ്റ് ആയിരുന്ന സത്യേന്ദ്രനാഥ ബോസിനോടുള്ള ആദരസൂചകമായാണ്. പക്ഷെ ഒരു കാര്യം ഓർക്കുക, ഈ ഹിഗ്സ് ബോസോൺ എന്ന പ്രത്യേക ഐഡിയയിലോ അതിന്റെ കണ്ടുപിടുത്തത്തിലോ നമ്മുടെ ബോസിന് നേരിട്ട് യാതൊരു പങ്കുമില്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് ഈ ദൈവഗണം അല്ലെങ്കിൽ ഗോഡ് പാർട്ടിക്കിൾ എന്ന പേര് ഇത്ര പോപ്പുലർ ആയത്? നോബൽ പ്രൈസ് വിന്നറായ ലിയോൺ ലെഡർമാൻ ഇതിനെക്കുറിച്ചൊരു ബുക്ക് എഴുതി. ഈ പാർട്ടിക്കിളിനെ ലാബിൽ കണ്ടുപിടിക്കാൻ അത്രയും പ്രയാസമായതുകൊണ്ട് അദ്ദേഹം ഇതിനെ നശിച്ച കണം അല്ലെങ്കിൽ ഗോഡ് ഡാം പാർട്ടിക്കിൾസ് എന്ന് വിളിക്കാനാണ് ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷേ ബുക്കിന്റെ പബ്ലിഷർമാർ മാർക്കറ്റിംഗ് വാല്യൂ നോക്കി അത് മാറ്റി, അതായത് ഗോഡ് ഡാം പാർട്ടിക്കിളിനെ മാറ്റി ഗോഡ് പാർട്ടിക്കിൾ എന്നാക്കി മാറ്റി. സത്യം പറഞ്ഞാൽ ഈ പേര് പീറ്റർ ഹിഗ്സ് ഉൾപ്പെടെയുള്ള പല സയന്റിസ്റ്റുകൾക്കും ഒട്ടും ഇഷ്ടമായിരുന്നില്ല. പതിറ്റാണ്ടുകളോളം ഇതൊരു തിയറി മാത്രമായിരുന്നു. ഇത് പ്രൂവ് ചെയ്യാൻ ലോകത്തിലെ ഏറ്റവും വലിയ മെഷീൻ തന്നെ വേണ്ടി വന്നു. സ്വിറ്റ്സർലൻഡിലെ സേണിൽ സ്ഥിതി ചെയ്യുന്ന ലാർജ് ഹാഡ്രോൺ കൊളൈഡർ അല്ലെങ്കിൽ LHC. 27 കിലോമീറ്റർ നീളമുള്ള ഈ ടണലിൽ പ്രോട്ടോണുകളെ അതിവേഗത്തിൽ കൂട്ടിയിടിപ്പിച്ച് ഒടുവിൽ 2012 ജൂലൈ 4 ഹിഗ്സ് ബോസോണിന്റെ സാന്നിധ്യം സയന്റിസ്റ്റുകൾ കൺഫേം ചെയ്തു. ശാസ്ത്ര ലോകത്തെ ഏറ്റവും വലിയ നിമിഷങ്ങളിലൊന്നാണ് അത്. ലളിതമായി പറഞ്ഞാൽ ഹിഗ്സ് ബോസോൺ ഇല്ലായിരുന്നെങ്കിൽ പ്രപഞ്ചത്തിൽ ഒന്നിനും മാസ് ഉണ്ടാവില്ലായിരുന്നു. സ്റ്റാർസോ പ്ലാനറ്റ്സോ മനുഷ്യരോ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. വെറും ശൂന്യത മാത്രമായി പ്രപഞ്ചം മാറുമായിരുന്നു. അതുകൊണ്ട് ഈ പേര് സയന്റിഫിക്കലി തെറ്റാണെങ്കിലും നമ്മളെ നമ്മളാക്കി മാറ്റിയതിൽ ഈ കൊച്ചു കണികയുടെ പങ്ക് വളരെ വലുതാണ്.